മലയാളത്തിൽ സംപ്രേഷണം ചെയ്യുന്നതിൽ ഏറ്റവും ജനപ്രിയമായ സിറ്റ്കോമാണ് ഉപ്പും മുളകും. സീസൺ 3 ആണ് ഇപ്പോൾ ഫ്ലവേഴ്സിൽ സംപ്രേഷണം ചെയ്യുന്നത്. കഴിഞ്ഞ കുറച്ചധികം വർഷങ്ങളായി ബാലുവും നീലുവും 5 മക്കളും പ്രേക്ഷകർക്ക് പ്രിയപ്പെട്ടവരാണ്. കടുത്ത സീരിയൽ വിരോധികളെ പോലും ആരാധകരാക്കി മാറ്റിയ സിറ്റ്കോമാണ് ഉപ്പും മുളകും. 1500 എപ്പിസോഡുകൾ പൂർത്തിയാക്കിയായിരുന്നു ആദ്യ സീസൺ നിർത്തിയത്. കണ്ണീർ സീരിയലുകളോടും കുടുംബാന്തരീക്ഷത്തിലുള്ള പരമ്പരകളോടുമൊക്കെ വൈമുഖ്യം കാണിക്കുന്ന യുവാക്കളെ പോലും ഇപ്പോൾ ഉപ്പും മുളകും ടിവിക്ക് മുന്നിൽ പിടിച്ചിരുത്തി. കുട്ടികളെയും യുവാക്കളെയും മുതിർന്നവരെയുമെല്ലാം ഒരുപോലെ ആകർഷിക്കുന്ന ഉപ്പും മുളകിൻ്റെ USP അധികം ഡ്രാമയില്ലാതെ പറഞ്ഞു പോകുന്ന പരമ്പരയുടെ വേറിട്ട ട്രീറ്റ്മെന്റ് തന്നെയാണ്. ഉപ്പും മുളകിൽ അഭിനയിച്ച് ജനശ്രദ്ധ നേടിയവരിൽ ഒരാളാണ് ബാലതാരം അൽസാബിത്ത്. ഉപ്പും മുളകിൽ ബാലുവിൻ്റെയും നീലുവിൻ്റെയും ഇളയ മക്കളിൽ ഒരാളായ കേശുവായാണ് അൽസാബിത്ത് അഭിനയിക്കുന്നത്. 6-7 വയസ്സുള്ളപ്പോൾ മുതൽ അൽസാബിത്ത് ഉപ്പും മുളകിൽ അഭിനയിക്കുന്നുണ്ട്. അതുകൊണ്ട് മലയാളികൾക്ക് തങ്ങളുടെ വീട്ടിൽ വളർന്ന കുട്ടിയായിട്ടാണ് അൽസാബിത്തിനെ തോന്നാറ്. അടുത്തിടെയായി വലിയ രീതിയിൽ സോഷ്യൽ മീഡിയ ബുള്ളിംഗ് അൽസാബിത്ത് അനുഭവിക്കുന്നുണ്ട്. സ്കൂൾ വിദ്യാർത്ഥിയെ പോലെയല്ല, മുതിർന്ന ചെറുപ്പക്കാരനെ പോലെയാണ് അൽസാബിത്തിന്റെ പെരുമാറ്റവും സംസാരവും എന്നാണ് താരത്തെ വിമർശിച്ചു വരുന്ന കമന്റുകൾ. കിളവൻ കേശു, തന്തവൈബ് തുടങ്ങിയ വിളികളെല്ലാം അൽസാബിത്തിന് കേൾക്കേണ്ടി വരാറുണ്ട്. വീട് ഭരിക്കുന്നത് ഭാര്യ തന്നെ, വീട്ടിലെ കിങ് ജെ ആണ്. ഭാര്യയെ പേടിച്ചു നിൽക്കുന്ന ഭർത്താവാണോ അമിതാഭ് ബച്ചൻ? എന്നാൽ തൻ്റെ പെരുമാറ്റത്തെ തന്തവൈബിനോട് ഉപമിക്കുന്നതിൽ അൽസാബിത്തിനും അമ്മയ്ക്കും പരാതിയില്ല. ഇപ്പോഴിതാ 1 to Talk എന്ന യൂട്യൂബ് ചാനലിന് നൽകിയ അഭിമുഖത്തിൽ നെഗറ്റീവ് കമന്റുകളോട് പ്രതികരിച്ചിരിക്കുകയാണ് അൽസാബിത്തും അമ്മയും. അൽസാബിത്തിനെ കുറിച്ച് ആദ്യം അമ്മയാണ് സംസാരിച്ചത്. മോൻ്റെ പേജ് ഞാൻ തന്നെയാണ് ഹാൻഡിൽ ചെയ്യുന്നത്. ഉമ്മയെ അമ്മ എന്ന് വിളിക്കുന്നതിൽ എന്താണ് കുഴപ്പം? എല്ലാ മതവിഭാഗക്കാരെയും ബഹുമാനിക്കുകയും എല്ലായിടങ്ങളിലും പോവുകയും ചെയ്യുന്ന ഒരാളാണ് ഞാൻ. മുസ്ലിം വിഭാഗത്തിലെ റാവുത്തർമാരാണ് ഞങ്ങൾ. പത്തനംതിട്ട, കൊല്ലം ഭാഗങ്ങളിൽ എല്ലാം അമ്മ, അത്ത എന്നിങ്ങനെയാണ് വിളിക്കുന്നത്. ബിഗ് ബോസിലെ ജാസ്മിൻ അച്ഛനെ അത്ത എന്ന് വിളിക്കുന്നതും അതുകൊണ്ടാണ്. 9-ാം വയസ്സിൽ വീടിന്റെ ജപ്തി ഒഴിവാക്കി ആ ഭാരം മുഴുവൻ തലയിലേറ്റിയവനാണ് എൻ്റെ മോൻ. കമന്റ്സ് എല്ലാം ഞങ്ങൾ കാണാറുണ്ട്. തന്തവൈബ്, കിളവൻ കേശു എന്നൊക്കെ ആളുകൾ കമന്റിൽ എഴുതിയിടുന്നതും കാണാറുണ്ട്. എൻ്റെ മോന് തന്തവൈബാണെന്ന് ആളുകൾ പറയുമ്പോൾ എനിക്ക് വിഷമം തോന്നാറില്ല, അഭിമാനമാണ്. കാരണം അങ്ങനെ വിളിക്കുമ്പോൾ അവനെ വീട്ടിലെ ഗൃഹനാഥന്റെ സ്ഥാനത്തേക്കാണല്ലോ കാണുന്നത്. അതുതന്നെയാണ് എൻ്റെ മോൻ. നിന്റെ വീട്ടിൽ നാളത്തേക്ക് അരിയുണ്ടോ എന്ന് ഇത്തരം കമന്റ് ഇടുന്നവരോട് ചോദിച്ചാൽ അവർക്ക് മറുപടി ഉണ്ടാകില്ല. പക്ഷേ എൻ്റെ മോൻ കൃത്യമായി ഉത്തരം പറയും. തന്തവൈബ് എന്നതുകൊണ്ട് മെച്യൂരിറ്റി ഉണ്ടെന്നല്ലേ അവർ ഉദ്ദേശിക്കുന്നത്? മോൻ മെച്യൂർ ആകുന്നത് എനിക്ക് നല്ലതാണ് എന്നാണ് അമ്മ ബീന പറഞ്ഞത്. പിന്നീട് അൽസാബിത്താണ് സംസാരിച്ചത്. അമ്മയെ വിട്ടൊരു സന്തോഷം അൽസാബിത്തിനില്ല. ഞാൻ ന്യൂ ജനറേഷനാണ്, പക്ഷേ യോയോ സെറ്റപ്പ് എന്നെ കൊണ്ട് പറ്റില്ല. ട്രൗസേഴ്സ് പോലും ഇടാൻ എനിക്ക് ഇഷ്ടമല്ല. 3/4 പോലും ഞാൻ ഇടാറില്ല. എനിക്ക് വലിയ ഫ്രണ്ട്സുമില്ല. ചുരുക്കം പേരോടെ സംസാരിക്കാറുള്ളൂ. യാത്രകൾ പോകുന്നത് പോലും അമ്മയുടെ കൂടെയാണ്. അമ്മ പിടിച്ചു വെക്കുന്നതല്ല, ഞാൻ പോകാറില്ല. 10ാം ക്ലാസ്സിലെ ടൂറിന് പോലും പോകാൻ എനിക്ക് ഇഷ്ടമില്ലായിരുന്നെന്ന് അൽസാബിത്ത് പറയുന്നു.